സ്വരാജ് വളരെ അതായത് ഒരു കാരണവശാലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റാത്ത ഒരു നിലമ്പൂർക്കാരനായ, നിലമ്പൂരിന്റെ സന്തതിയായ നല്ലൊരു LDF കാരനാണ് സ്വരാജ്. പക്ഷെ സ്വരാജിന് വോട്ട് കൊടുക്കാൻ അവർ പറയണത് LDFന്റെ കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങളെ പറ്റിയാണ് സ്വരാജിന് നിരത്താനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സ്വരാജ്, എന്താണ് ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് LDF കേരളത്തിന് വേണ്ടി നേടിയത്? അതായത് മിസ്റ്റർ ചന്ദ്രശേഖർ, അതായത് നമ്മുടെ BJPയുടെ ഇവിടുത്തെ ഹെഡ്, അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ പറയുന്നത് ഞാൻ കേട്ടു. നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പദ്ധതികൾ, നരേന്ദ്രമോദിയുടെ ചിത്രം മാറ്റി പിണറായി വിജയന്റെ ചിത്രം വെച്ച് പിണറായി വിജയൻ നടപ്പിലാക്കുകയാണ് പതിവ് എന്ന്. അത് പോകട്ടെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ദേശീയ നാഷണൽ ഹൈവേ, കേരളത്തിലൂടെ പോകുന്ന നാഷണൽ ഹൈവേ ഏകദേശം പൂർണ്ണമാകാൻ പോകുന്ന ഒരു ദശയിലായിരുന്നല്ലോ ഒരു 2 ആഴ്ച മുൻപ് വരെ, ഈ അവിടുത്തെ കൂരിയാട് സംഭവമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് വരെ. ആ സമയത്ത് മിസ്റ്റർ പിണറായി വിജയൻ തന്നെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള മന്ത്രിമാരും ഒക്കെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ആ നാഷണൽ ഹൈവേയുടെ ആ മുതൽ ക്ഷ വരെ സംസ്ഥാന ഗവൺമെന്റിൻ്റെതാണ് എന്നാണ്. കാരണം അത്രയധികം സംഭാവന, ഭൂമി ഏറ്റെടുക്കുന്നത് തൊട്ട് ഒരുപാട് സംഭാവന സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇപ്പൊ എവിടെ ഇരിക്കുന്നു മിസ്റ്റർ സ്വരാജ് ആ നാഷണൽ ഹൈവേയുടെ അവസ്ഥ? ഇനി അത് ഒന്നിൽ തുടങ്ങി അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ? അതുകൊണ്ട് ധർമ്മസങ്കടത്തിലായി വെള്ളത്തിൽ കിടക്കുന്ന എത്രയായിരം ജനങ്ങളാണ് ആ നാഷണൽ ഹൈവേയുടെ അപ്പുറവും ഇപ്പുറവും ഉള്ളത് എന്നും കൂടി താങ്കൾ ഒന്ന് കണന്നു. ഇനി അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം, അതും പിണറായി വിജയന്റെ മാത്രം സന്ധിതയാണ്. 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് അതിന് കല്ലിട്ടത്, തീരുമാനത്തിലെത്തിയത് ഒക്കെ ശരിയാണ്. പക്ഷേ അന്ന് മുതൽ തുടങ്ങി 2019 ആദ്യഘട്ടം തീരുമെന്ന് പറഞ്ഞ് 2025 ആദ്യഘട്ടം തീർത്തത്. അത്രയും ദീർഘിച്ചു പോയത് തീർച്ചയായിട്ടും LDF ഗവൺമെന്റിന്റെ കൈകാര്യം ചെയ്യലിലെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നിട്ട് പോലും അത് ഞങ്ങളുടെ മാത്രം, അതിന്റെ പിതാവ്, ആ വിഴിഞ്ഞം പ്രോജക്ടിന്റെ പിതാവ് പിണറായി വിജയനാണെന്ന് ക്ലെയിം ചെയ്യാൻ ഒരു മടിയും LDFന് ഉണ്ടായിരുന്നില്ല. ഒക്കെ ശരി, സന്തോഷം, അത് പൂർത്തിയായല്ലോ. ഇപ്പോ ആ MSC കപ്പൽ മുങ്ങി സർവത്ര നാശവും വരുത്തി വെച്ചു. അത് വകയായിട്ട് കേരളത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും, തീരദേശവാസികൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും. ആ നഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം കൂടി മിസ്റ്റർ പിണറായി വിജയൻ ഏറ്റെടുക്കുമോ മിസ്റ്റർ സ്വരാജ്? അത് ഞാൻ ചോദിക്കാം. ഒക്കെ പോട്ടെ, ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ. അവിടെ നിന്ന് ഈ വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ പേരിൽ നിഷ്കാസിതരായ മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് എന്താണ് കൊടുത്തത്? അവരെ ഇതുവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള നല്ല ഒറ്റ പദ്ധതിയും വന്നിട്ടില്ല. അപ്രോച്ച് റോഡിന്റെ കാര്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്രോച്ച് റോഡ് വരാത്തത് കാരണം കൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരേണ്ടി തിരുവനന്തപുരത്തും, അതായത് കൊല്ലം, തിരുവനന്തപുരം, പുനലൂർ ആ മേഖലയിലൊക്കെ വരേണ്ടിയിരുന്ന വികസനം ഒന്നും വന്നിട്ടില്ല. അതിന് ചെറുവിരൽ പോലും ഇതുവരെ അനക്കിയിട്ടില്ല. ഈ ബജറ്റില് അതിനുള്ള ഒരു ത്രികോണ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനി ആര് നടപ്പാക്കും? 1 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് നടപ്പാക്കുമോ? ഓക്കെ, അതാണ് അവസ്ഥ വിഴിഞ്ഞം പ്രോജക്ടിന്റെ. അതൊക്കെ പോകട്ടെ, ഇതാ മത്സ്യത്തൊഴിലാളികളുടെ ഇപ്പൊ പിടിക്കാനായിട്ട് കടലിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ, ട്രോളിംഗ് നിരോധനമുള്ള സമയം. ഈ ട്രോളിംഗ് നിരോധനമുള്ള സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തി. ആ ക്ഷേമനിധി എങ്ങനെയാണ്? 1500 രൂപ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി സംഭാവന ചെയ്യുക, 1500 രൂപ സംസ്ഥാന ഗവൺമെന്റ് സംഭാവന ചെയ്യുക, 1500 രൂപ കേന്ദ്ര ഗവൺമെന്റ് സംഭാവന ചെയ്യുക. അങ്ങനെ 4500 രൂപ വീതം 3 മാസം, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക്, ഉൾനാടൻ മത്സ്യകൃഷി നടത്തി ജീവിക്കുന്നവർക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 4500 രൂപ വീതം കിട്ടേണ്ടതാണ്. എവിടെയുണ്ട് മിസ്റ്റർ സ്വരാജ് ആ പണം ഗവൺമെന്റിന്റെ ഖജനാവിൽ ഇല്ല. അത് വകമാറ്റി ചെലവഴിച്ചു മുഖം മിനുക്കാൻ. അതായത് മിസ്റ്റർ ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ തന്നെ ഈ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്റേതാണ് എന്ന് വരുത്തി തീർക്കാനും, മറ്റതുപോലെ പല പ്രോജക്ട്സും സ്വന്തമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി റീൽസ് ഉണ്ടാക്കാനും സിനിമ പിടിക്കാനും അങ്ങനെയുള്ള എല്ലാ പ്രചാരണ തന്ത്രങ്ങൾക്കും വേണ്ടി, അതായത് നവകേരള സദസ് മുതൽ എന്റെ കേരളമൊക്കെ
100 കോടിക്ക് അടുപ്പിച്ച് പണം ചെലവഴിച്ചാണ് ആശാ വർക്കർമാരെ കരയിച്ചുകൊണ്ട് എല്ലാത്തരം അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗഡുക്കളാക്കി കൊടുക്കാതെ ഇങ്ങനെയൊക്കെയാണ് ഈ പണമൊക്കെ കണ്ടെത്തി ഖജനാവിലേക്ക് വരുന്ന പണം മുഴുവനും. നികുതി വരുമാനമുണ്ട്, GST വരുമാനമുണ്ട്, ഇതൊക്കെ അതുപോലെ വകമാറ്റി. CAG യുടെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കണം മിസ്റ്റർ സ്വരാജ്. ആ CAG റിപ്പോർട്ടുകൾ എടുത്ത് നോക്കിയാൽ അറിയാം, വരുന്ന പണമെല്ലാം ഒരു വകുപ്പിനും കിട്ടാതെ ഓരോ വകുപ്പിൽ നിന്നും വകമാറ്റി കൊണ്ടുപോകുന്നു. അങ്ങനെ വകമാറ്റി കൊണ്ടുപോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടേണ്ടിയിരുന്നത് കിട്ടിയില്ല. അങ്കണവാടിയിലേക്ക് കുട്ടികൾക്ക്, അതുപോലെ തന്നെ എന്താണ് പറയുക, സ്കൂളില് ഉച്ചക്കഞ്ഞിക്ക് ഫണ്ടില്ലാതെ ബുദ്ധിമുട്ടുന്ന അധ്യാപകര് ഇങ്ങനെ പോകുന്നു. നിരന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അതായത് കഷ്ടപ്പാടുകളുടെ, അതായത് അങ്ങനെ എല്ലാ തരത്തില് എല്ലാവരെയും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് അയ്യോ 2ാം പിണറായി ഭരണം ഏറ്റെടുത്തത് 1ാം പിണറായി ഗവൺമെന്റിന്റെ മഹത്വം കൊണ്ടാണെന്ന് ഒരു വലിയ പ്രഖ്യാപനം. ഞാനൊന്ന് ചോദിക്കട്ടെ, കോവിഡ് വന്നപ്പോൾ എന്താണ് 2ാം പിണറായി ഗവൺമെന്റ് വരാനുണ്ടായ കാരണം? കോവിഡ് വന്നപ്പോൾ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും കൊണ്ട് ഈ നാട്ടിലെ പട്ടിണി കിടക്കുമായിരുന്ന മനുഷ്യരെ, അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് തൊഴിലിന് വന്നിരിക്കുന്ന മനുഷ്യരെ ഒക്കെ തീറ്റിപ്പോറ്റി. അത് കഴിഞ്ഞ് കോവിഡ് മാറിയിട്ടും കിറ്റ് കൊണ്ടുപോയി കൊടുത്തു, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അതിന് സഖാക്കൾ സഹായിച്ചു, റേഷൻ കടക്കാർ സഹായിച്ചു. എവിടുന്ന ഈ കിച്ചനും കമ്മ്യൂണിറ്റി കിച്ചനും പണം ഉണ്ടായത്, വസ്തുക്കൾ ഉണ്ടായത്? 2013 ഭക്ഷ്യസുരക്ഷ ആക്ട്, UPA ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷ ആക്ട്, അതാണ് കാരണം. ആ ആക്ട് എന്താണ് പറയുന്നത് എന്നറിയാമോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ? അതായത് ഒരു പ്രതിസന്ധി, കോവിഡ് പോലെ ഒരു പ്രതിസന്ധി, പട്ടിണിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ, ആ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ 68% ജനങ്ങൾക്ക്, താഴെ തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള 68% ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കണം. ഭക്ഷണം അവകാശമാക്കുന്ന നിയമമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തിരി കഞ്ഞിയും ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു അച്ചാറും കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ 5 തരം പയറുവർഗ്ഗങ്ങൾ, അരി, ഗോതമ്പ്, ആട്ട, ഭക്ഷ്യ എണ്ണ, പഞ്ചസാര, ഇത്രയും ഐറ്റംസ് ആണ് ഈ 68% ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കേണ്ടത്. കോവിഡ് കാലം ലോകത്തെ മുഴുവനും ഞെരിച്ച ആ കാപത്ഘട്ടം, ആ ഘട്ടത്തിൽ കേന്ദ്രം പ്രൊക്യൂർ ചെയ്ത് വെച്ചിരുന്ന, സംഭരിച്ചു വെച്ചിരുന്ന ഈ പറയപ്പെട്ട എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ കേരളത്തിലേക്ക് ഒഴുകി, ഫ്രീ ആയിട്ട് 5 പൈസ പോലും കൊടുക്കാതെ കേരളത്തിലേക്ക് ഒഴുകി. അതിലെ കുറെ, അതായത് ചില അപ്പർ ഇതിലുള്ള കാർഡുകാർക്ക് കേന്ദ്രം 13 രൂപയ്ക്കോ മറ്റോ തരുന്ന അരിയാണ് 18 രൂപയ്ക്ക് കിട്ടുമായിരുന്നത്. അതല്ല, ആദ്യത്തെ ഏറ്റവും അടിത്തട്ടിലെ 2 കാർഡുകാർക്ക് എല്ലാം ഫ്രീ ആണ്, പൂർണ്ണമായിട്ടും ഫ്രീ. അങ്ങനെ കിട്ടിയ അതിനെയാണ് പിന്നെ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചൺ ആക്കിയത് ആരാണ്? കുടുംബശ്രീ മെമ്പേഴ്സ് ആണ്. ആ കുടുംബശ്രീ മെമ്പേഴ്സിന്റെ അധ്വാനം കൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺസ് ഒക്കെ നന്നായി നടന്നു. അതിന് അവർക്ക് ഗവൺമെന്റ് 20,000 കോടി അന്ന് ഈ ദുരന്തത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. അതിൽ നിന്ന് 4,000 കോടിയോ മറ്റേ കുടുംബശ്രീക്കാണ് കൊടുത്തത്. അങ്ങനെ കുടുംബശ്രീയാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിയത്. കിറ്റാക്കിയത് റേഷൻ കടക്കാരാണ്. അതായത് കോവിഡ് എല്ലാം കഴിഞ്ഞ് ഇലക്ഷനൊക്കെ അടുക്കാറായപ്പോഴത്തേക്കും എല്ലാ വീടുകളിലും കിറ്റ് കൃത്യമായി ചെന്നുകൊണ്ടിരുന്നു. അത് റേഷൻ കടക്കാരുടെ സഹായത്തോടെ. അങ്ങനെ കിറ്റാക്കി കൊടുത്തതിന്റെ പ്രതിഫലം കിട്ടിയില്ലെന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റിനോട് ഞങ്ങൾ സമരത്തിനിറങ്ങുന്നു എന്ന് പറഞ്ഞ് റേഷൻ കടക്കാർ ഇപ്പോഴും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മാസം മുൻപും അവർ സമരത്തിനിറങ്ങുന്നു എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയിരുന്നു. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിച്ച് നാളെ ആവട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് 2ാം പിണറായി ഗവൺമെന്റ് വരാനുണ്ടായ, അതായത് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും. പിന്നെ വിഴിഞ്ഞം പ്രോജക്റ്റ് അതൊന്നും നടപ്പാക്കിയില്ലെന്ന് ഞാൻ പറയുന്നില്ല, അതിനുവേണ്ടി പറ്റുന്നത് ചെയ്തു. അതേ സമയത്ത് സ്വരാജ് ഓർമ്മിക്കുക, എന്താണ് നിലമ്പൂരിന് വേണ്ടി PV അൻവർ ചെയ്തത്, അല്ലെങ്കിൽ LDF ഗവൺമെന്റ് ചെയ്തത്, വയനാടിന് വേണ്ടി ചെയ്തത്, ഇടുക്കിക്ക് വേണ്ടി ചെയ്തത്, അതുപോലെ മലയോര ജില്ലകൾക്ക് വേണ്ടി ചെയ്തത്. കാട്ടുമൃഗങ്ങൾ പുറകെയുണ്ട്. ഈ ആശാവർക്കർമാരോട് കാണിക്കുന്ന ക്രൂരത വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒക്കെ
ആനയെ പേടിച്ച്, പുലിയെ പേടിച്ച്, കടുവയെ പേടിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഈ പാവപ്പെട്ട ആശാ വർക്കർമാര്. അവർക്കാണ് 230 രൂപ കൊണ്ട് ഒരു മാസം നിങ്ങളുടെ ചെലവ് കഴിച്ചു കൊള്ളണം, 21,000 തരില്ലെന്ന് പറയുന്നത്. അതേ സമയത്ത് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ഇവിടെ വന്നു നിന്ന് 1,250 രൂപ വിലയ്ക്ക് 30 ദിവസം ജോലി ചെയ്താൽ അവന് 37,500 രൂപ കൂലി കിട്ടുമെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് 21,000 രൂപ കൊടുക്കാമെന്ന് ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അല്ല മാനിഫെസ്റ്റോയില് LDF. എന്നിട്ടും അവരെ വെയിലത്തും മഴയത്തും കിടത്തി കണ്ണീര് കുടിപ്പിക്കും. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ, അതുപോലെ അപ്പൊ ഈ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു ഇത്തവണ? ബജറ്റ് എടുത്ത് നോക്കണം മിസ്റ്റർ സ്വരാജ്. കർഷകർക്ക് വേണ്ടി കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കുടുംബശ്രീക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം എന്താണ്? കുടുംബശ്രീ LDFന്റെ ക്യാപ്റ്റീവ് ഓഡിയൻസ്. വാടി ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിരിക്കും, പിടിക്കടി കൊടി എന്ന് പറഞ്ഞാൽ കൊടി പിടിച്ചിരിക്കും. അങ്ങനെ കിട്ടുന്ന ഒരു ജനം കുടുംബശ്രീ വനിതകൾ മാത്രം. എനിക്ക് അവരോട് വലിയ റെസ്പെക്ട് ഉണ്ട്. കുടുംബശ്രീ വനിതകൾ ഇങ്ങനെ ക്യാപ്റ്റീവ് ഓഡിയൻസ് ആയി പോകുന്നതിനോട് എനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. സ്വന്തം കാലിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ മാനം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇപ്പോൾ കുടുംബശ്രീകള്. അതായത് ഇവിടെ എന്തെങ്കിലും വ്യവസായം ഉണ്ടെങ്കിൽ അവരുടെ മൈക്രോ എന്റർപ്രൈസസ് ആണ് അങ്ങനെ നമുക്ക് പറയാവുന്നതായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബശ്രീകള് അവരെ നന്നായിട്ട് ഉപയോഗിച്ചാണ് നവകേരള സദസ്സും കേരളീയവും എന്റെ കേരളം പരിപാടിയും ഒക്കെ അവരെ ഓഡിയൻസ് ആക്കിക്കൊണ്ടാണ് നടത്തുന്നത്. അങ്ങനെ പോകുന്നു നമ്മുടെ LDF ഗവൺമെന്റിന്റെ വർണ്ണിക്കുകയാണെങ്കിൽ. അതേ സമയത്ത് നമ്മൾ ആര്യാടൻ ഷൗക്കത്തിന്റെ അടുത്തേക്ക് വരാം. ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. എന്നാണ് കോൺഗ്രസ് ഇന്ത്യയിൽ തുടങ്ങിയത്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറവിയെടുക്കുന്നത്. അങ്ങനെ എന്താണ് ആ കോൺഗ്രസ്? അന്ന് LDF എവിടെയായിരുന്നു? അന്ന് RSSും BJPയും എവിടെയായിരുന്നു? അവരൊന്നും നിലവിലില്ലായിരുന്നു. നിലവിലുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് കൂറു പുലർത്തി സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു ചെയ്തത്. മഹാത്മാഗാന്ധിയുടെ കീഴിൽ ജവഹർലാൽ നെഹ്റുവിനോടൊത്ത് ഇന്ത്യൻ നാഷണൽ ഒരുപാട് മഹാരഥന്മാര്, ആ മഹാരഥന്മാരുടെ അവര് നയിച്ച പാതയിലൂടെ ഒരു പിടി ജനങ്ങൾ മുൻപോട്ട് പോയി. സഹന സമരങ്ങളിലൂടെ, നോൺ കോഓപ്പറേഷനിലൂടെ അങ്ങനെയൊക്കെ മുൻപോട്ട് പോയി ആണ് 1947 നമ്മള് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമോ അന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? 1950 ഇന്ത്യയുടെ ആകെ ഭക്ഷ്യോൽപാദനം 50.8 ദശലക്ഷം ടണ്ണായിരുന്നു. ആ 50.8 ദശലക്ഷം ടൺ എന്ന് വെച്ചാല് ഒട്ടുമിക്ക ഒരു വർഷത്തിന്റെ 3-4 മാസമെങ്കിലും പട്ടിണിയായിരിക്കും ഒട്ടുമിക്ക ജനങ്ങൾക്കും. അതിനൊക്കെ സഹായം കിട്ടിയിരുന്നത് അമേരിക്കയുടെ PL 480 പബ്ലിക് ലോ 480. ആ നിയമം അനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്ന മൈദ, ചെറുപയറ്, ഗോതമ്പാണ് അധികവും കിട്ടിയിരുന്നത്. മൈദ ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇവിടുത്തെ പട്ടിണി അകറ്റിയിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ഒരുപാട് പറയാനുണ്ട്, അതേപ്പറ്റി നേരെ ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ആ അവസ്ഥയിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ വർഷത്തെ ഭക്ഷ്യോൽപാദനം എത്രയാണ്? 335 ദശലക്ഷം ടണ്ണാണ് ഭക്ഷ്യോൽപാദനം. 50.8 ദശലക്ഷം ടണ്ണിൽ നിന്നാണ് 335 ദശലക്ഷം ടണ്ണിലേക്ക് കൊണ്ടുവരുന്നത്. ആരാണ് അതിന് ഉത്തരവാദി? തീർച്ചയായിട്ടും ഏത് കണ്ണുപൊട്ടനും പറയാൻ പറ്റും അത് കോൺഗ്രസിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന്. ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് ആരാണ് അതിന്റെ ചുക്കാൻ പിടിച്ചത്? അതിനെ ചുക്കാൻ പിടിച്ചത് മിസ്സിസ് ഗാന്ധി ആയിരുന്നു, ഇന്ദിരാഗാന്ധി ആയിരുന്നു. 1966 കൊടും പട്ടിണിയുടെ ഒരു കാലഘട്ടത്തിൽ അമേരിക്ക പ്രസിഡന്റ് ലിൻഡൻ B. ജോൺസണോട് ഞങ്ങൾക്ക് കുറച്ചുകൂടി ധാന്യം തരണം, ഞങ്ങൾ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു ഗോ ഫോർ ഗ്രീൻ റവല്യൂഷൻ. നിങ്ങൾ ഗ്രീൻ റവല്യൂഷൻ, ഭക്ഷ്യ വിപ്ലവം നിങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവരണം. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ശാസ്ത്രജ്ഞരെയും ഹൈ യീൽഡിംഗ് വെറൈറ്റി വിത്തും എല്ലാം കൊടുത്ത് ഇന്ത്യയിലേക്ക് അയക്കുന്നു. മിസ്സിസ് ഗാന്ധി അതിനുവേണ്ടി കുറെ സാക്രിഫൈസസ് ചെയ്തു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നമ്മുടെ കറൻസി ഡീവാല്യൂ ചെയ്തു. അങ്ങനെ പല സാക്രിഫൈസസും ഇന്ത്യയിൽ ചെയ്തു. മിസ്റ്റർ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യം പറഞ്ഞാൽ, അതായത് 1966 പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് നമ്മുടെ ഇപ്പോഴത്തെ റേഷൻ സമ്പ്രദായം കൊണ്ടുവന്നത് 1966 മിസ്സിസ് ഗാന്ധി ഈ ഭക്ഷ്യവിപ്ലവത്തിന് MS സ്വാമിനാഥനെ രംഗത്തിറക്കുന്നതോടൊപ്പം തന്നെയാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം.
അതായത് ഈ അരിയുടെ ഉൽപാദനമൊക്കെ വളരെ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ പട്ടിണി കൂടുതലാകും എന്നുള്ളത് കൊണ്ടാണ് എന്താണ് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ നമ്മുടെ റേഷൻ സമ്പ്രദായം കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വന്ന മാറ്റങ്ങള്, ഇവിടെ നമ്മുടെ ISRO തൊട്ടുള്ള എല്ലാ ശാസ്ത്രീയ സംരംഭങ്ങളുടെയും ആരംഭം, ഇതെല്ലാം പറയാൻ കിടക്കുക. അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 2005 തൊഴിലുറപ്പ് പദ്ധതി അതാര് കൊണ്ടുവന്നു? UPA ഗവൺമെന്റ്, കോൺഗ്രസ് സഖ്യമാണ് അത് കൊണ്ടുവരുന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് കൊണ്ടാണ് കോവിഡ് കാലത്ത് കുറെ പേര്, ലക്ഷക്കണക്കിന് ആളുകള് ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം, അതായത് ഭക്ഷ്യം കിട്ടുമെങ്കിലും മരുന്നും മറ്റു സാധനങ്ങളും ഒക്കെ വാങ്ങാൻ പണം വേണ്ടേ മനുഷ്യർക്ക്, അതിനൊക്കെയുള്ള കൈക്കാശ് ഉണ്ടായത് ആ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടാണ്. ഇനി അത് കഴിഞ്ഞാലോ 2013 നമ്മള് പറഞ്ഞില്ലേ കിറ്റും കമ്മ്യൂണിറ്റി കിറ്റും എവിടെ നിന്നാണ് അരിയും സാധനങ്ങളും കിട്ടിയെന്ന്? 2013 ഭക്ഷ്യസുരക്ഷ ആക്ട്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഭക്ഷണം മനുഷ്യന്റെ അവകാശമാക്കി മാറ്റുന്ന ആക്ട്, അതും UPA ഗവൺമെന്റ്, കോൺഗ്രസ് നയിക്കുന്ന UPA ഗവൺമെന്റ് ആണ് അതും കൊണ്ടുവന്നത്. അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ കോൺഗ്രസ് അതിന്റെ ഭരണകാലത്ത് ഇന്ത്യയെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക്, ലോ GDPയിൽ നിന്ന് ഉയർന്ന GDPയിലേക്ക്, ഇല്ലിറ്ററസിയിൽ നിന്ന് ലിറ്ററസിയിലേക്ക്, ലോ ഹെൽത്തിൽ നിന്ന് ഹെൽത്തിലേക്ക് ഒക്കെ വരാൻ വേണ്ടി അങ്ങേയറ്റം കരുക്കൾ നീക്കിയ, ബുദ്ധിപൂർവം കരുക്കൾ നീക്കിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. എപ്പോഴൊക്കെ ഭരണത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ, അതായത് ഒരു ഹൈലി, അതായത് എന്താ പറയുക, നമ്മള് സെക്യുലറായ രീതിയിൽ തന്നെ ഭരണം എന്നും സെക്യുലറായിട്ട് മുൻപോട്ട് പോയി എന്ന് മാത്രവുമല്ല, മതസ്പർദ്ധ വളർത്താതെ, അത് വളർത്തി അതിൽ നിന്ന് മുതലെടുക്കാതെ, അതിനുവേണ്ടി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാതെ, നിലവിലിരിക്കുന്ന നിയമങ്ങളെ വളച്ചൊടിക്കാതെ മുൻപോട്ട് പോയ ഒരേ ഒരു ഗവൺമെന്റ് ആണ് കോൺഗ്രസ് ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ ചുക്കാൻ പിടിച്ചാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. ആ ഷൗക്കത്തിനല്ലേ നാം വോട്ട് കൊടുക്കേണ്ടത്? ആ ഷൗക്കത്തിന്റെ പാർട്ടി അല്ലേ ഇന്ത്യയെ ഇന്നത്തെ ഈ 335 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യോൽപാദനത്തിലേക്ക് കൊണ്ടുവന്നത്, ഇന്നത്തെ ആയുരാരോഗ്യം കൊണ്ടുവന്നത്, ഇന്നത്തെ ലിറ്ററസി കൊണ്ടുവന്നത്. അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും മതസ്പർദ്ധ സൃഷ്ടിക്കുന്നുവെങ്കിൽ അതിനെതിരായി നിലകൊള്ളുന്നതും അതേ പാർട്ടി തന്നെയാണ്. അപ്പോ ആ പാർട്ടിയിലെ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ നിലമ്പൂരുകാർ ശ്രമിക്കേണ്ടത്. മറ്റൊരു വാക്കുകൾക്കും വഴങ്ങിക്കൊടുക്കാതെ, ഒരു യുക്തിക്കും വഴങ്ങിക്കൊടുക്കാതെ, ഇതാണ് യഥാർത്ഥ സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യത്തോട് ചേർന്ന് നിൽക്കുക. അതാണ് നിങ്ങളുടെ ജാതി എന്തുമാകട്ടെ നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ ഭാവിക്ക് നല്ലത്, നിങ്ങളുടെ വരുന്ന തലമുറകൾക്ക് നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.